ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു വീഡിയോ അങ്ങനെ ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ക്യാപ് കട്ടിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അതേപോലെ ഞാൻ ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അതായത് ഇത് അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തെളിവോടുകൂടിയുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ചെയ്തു തരാമെന്ന് മാത്രം പറഞ്ഞു തരില്ല, അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും പാടി കാണിച്ചു തരാണ് ഞാൻ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഇനിയും ഇതേപോലത്തെ വീഡിയോകൾ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ അത്യാവശ്യം ഷോർട്ടാക്കിയിട്ട് പറയുന്നുണ്ട്, പിന്നെ തീരെ അറിയാത്ത ആളുകളും വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യമായിട്ട് ഇവിടെ VPN ഓണാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ക്യാപ് കട്ട് ഓപ്പൺ ആക്കിയിട്ട് ഞാനിതിൻ്റെ മുമ്പ് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ട് റിസൾട്ട് നോക്കിയിട്ടാണ് ഈ വീഡിയോ തന്നെ ഞാൻ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് ഓൾറെഡി. അപ്പോൾ ഞാൻ അതും കൂടി കാണിക്കുന്നുണ്ട് ലാസ്റ്റിക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ എഫക്ട്സ് ആണ്, എന്തൊക്കെ ഫിൽറ്ററാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്ററുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാ വീഡിയോകളിലും പറ്റാവുന്ന ഫിൽറ്ററുകളാണ് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഈ ഫിൽറ്ററുകളൊക്കെ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഈ ഒരു എഫക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, 4K എന്നുള്ള ഈ ഒരു എഫക്റ്റ്. ഇതൊരു 25 അല്ലെങ്കിൽ 20 ആ റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, ഓവറാക്കി വെക്കരുത്. 13 അല്ലെങ്കിൽ 14 മേൽക്കൊന്നും ഒരിക്കലും ഇടരുത്. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്വാളിറ്റി കുറക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ അഡ്ജസ്റ്റിൽ ഞാൻ കോൺട്രാസ്റ്റ് ഒരു 5-6 ഇഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സാറ്റുറേഷനും 5:3 എന്നൊക്കെ ഉള്ള റേഞ്ചിൽ. അതേപോലെ ബ്രില്യൻസ് ഞാനൊന്ന് മൈനസ് ആക്കിയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ ഷാർപ്പന് ഒരു 10, 12, 15 റേഞ്ചിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതേപോലെ ക്ലാരിറ്റി 20 റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതേപോലെ HSL എന്നുള്ള ഓപ്ഷന് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ലിപ്പൊന്ന് റെഡിയാക്കാൻ റെഡ് ബാക്കിയുള്ള അത് ഞാൻ റെഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒരു പൊടിക്ക് അഡ്ജസ്റ്റ് ചെയ്താണ്. അതേപോലെ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അതിൻ്റെ ആ ചെടീൻ്റെ കളറ് ഗ്രീനാണല്ലോ, ആ ഗ്രീനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നത്. കളർ ഗ്രേഡിങ് മെയിനായിട്ട് ഇതിലാണ് ചെയ്യുക. ഓക്കെ, അതേപോലെ നമ്മളെ ഗ്രാഫ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഗ്ലോ ഒക്കെ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇതിൽ ഗ്ലോ സെറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഡോട്ടുകൾ ഒന്ന് മേലൊക്കെ താഴൊക്കെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗ്ലോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ നമ്മളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതേപോലെ ഡോട്ടുകളൊന്ന് വീഡിയോക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് -5 അല്ലെങ്കിൽ 6 റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഷാഡോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബോക്കെ എന്നുള്ള ഈ ഒരു ഫിൽറ്ററാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാ വീഡിയോസിൽ ചെയ്ത് കൊടുത്താലും ഇത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സിനിമാറ്റിക് എഫക്റ്റ് ഇതിൽ കിട്ടും. ഇതൊരു 20-25 ആ റേഞ്ചിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതേപോലെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതിലേതെങ്കിലും ഒരു ക്ലിപ്സ് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് റീടച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ഫേസ് എന്നുള്ളിടത്ത് ഓട്ടോ സ്റ്റൈൽസ് ഉണ്ടാവും, അതിൽ കുറേ ഫിൽറ്ററുകൾ കാണാൻ കഴിയും. അതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫിൽറ്റർ ഈ സോഫ്റ്റ് ഗ്ലാം എന്നുള്ള ഈ ഒരു ഫിൽറ്ററാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതന്നാവും ഏറ്റവും ബെറ്റർ. മറ്റേതൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഇതാണ് എനിക്കൊരു ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴൊക്കെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഓരോ ഫിൽറ്ററും ചെയ്ത് നോക്കുക. നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച ഈ സോഫ്റ്റ് ഗ്ലാം എന്നുള്ള ഈ ഫിൽറ്റർ എല്ലാ ക്ലിപ്സിലും ആഡ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ അപ്ലൈ ടു ആൾ കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കൊടുത്താൽ നമ്മളെ എല്ലാ ക്ലിപ്സിലും ആ ഒരു ഫേസ് അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഫേസിലുള്ള തന്നെ ഓരോ ഫിൽറ്ററും ചെയ്ത് നോക്കുക. ഏറ്റവും ബെറ്ററായ ഫിൽറ്റർ ഞാൻ പറഞ്ഞ സോഫ്റ്റ് ഗ്ലാം എന്നുള്ള ഒരു ഫിൽറ്റർ തന്നെയാണ്. മറ്റേതെങ്കിലും ഫിൽറ്ററുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 25-20 ആ റേഞ്ചിൽ ഇടാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഫിൽറ്റർ എല്ലാ വീഡിയോകളിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്റർ കൂടി അവിടെ പരിചയപ്പെടുത്താം. അതായത് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു റൊട്ടേറ്റ് പോലെ ഒരു ബ്ലർ കാണാൻ കഴിയും. ആ ഒരു ബ്ലർ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഈ എഫക്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റാണ് ഞാൻ പറഞ്ഞ എഫക്ട്സ്. അതിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് നമ്മളെ റൊട്ടേറ്റും ഗ്ലൗവും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റിൽ ടോപ്പിലായിട്ട് കാണുന്ന എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടിക്കൽ ഫ്ലോ ഓൺ ആക്കുക, അതേപോലെ അഡ്ജസ്റ്റ് ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുക. എക്സ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സിൽ മീഡിയ ക്വാളിറ്റിന്ന് കാണാൻ കഴിയും. അതിൽ പോയിട്ട് അപ്ലോഡ് ഹൈയസ്റ്റ് ക്വാളിറ്റി എന്നുള്ള ഓപ്ഷന് ഓണാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ ആപ്പായ എഡിറ്റ്സ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ആഡ് ക്ലിപ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗാലറി പോയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മേലായിട്ട് എക്സ്പോർട്ടിൻ്റെ അടുത്തായിട്ട് എക്സ്പോർട്ട് സെറ്റിങ്സ് കാണാൻ കഴിയും. അതിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. 4K അതേപോലെ ഫ്രെയിം റേറ്റ് 60 പിന്നെ HDR ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ടത് നല്ലൊരു വൈഫൈ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിമാണ് ഇവിടെ കാണിക്കുക. അതിൽ ഇൻസ്റ്റഗ്രാം പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകും. ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ആവും. അപ്പോൾ ഞാനത് അപ്ലോഡ് ആക്കിയിട്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നമ്മൾ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും ഇതേപോലെ ഇടാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്.